അങ്ങനെയാ? ഫുള്ള് പഠിച്ചിട്ട് ആള് നിക്കണേട്ടാ. ദേവട്ടിൻ്റെ അടുത്ത് നോക്കും. ചോദ്യം ആളെന്നെ, ഉത്തരം ആളെന്നെ കേട്ടാ. ഏതെങ്കിലും കുട്ടികൾ അറിയാത്ത കുട്ടികളുണ്ടാവും, അപ്പൊ ചോദിച്ചാ പറഞ്ഞു കൊടുക്കണം കേട്ടാ. ടീച്ചറോട് എന്താ ചോദിക്കാൻ പ്ലാന്? നിക്കൊരു ഭാഗത്ത് ഓടല്ലേ, അവിടെ നിന്നോ നിക്ക്. അച്ഛനാ 10 ദേവട്ടിനോട് ചോദിച്ചേക്ക് പരീക്ഷ കഴിഞ്ഞ എത്ര ദിവസം കൊടുക്കുന്നത്? കേട്ടാ കേട്ടാ കണ്ടാ ദേവട്ടിനറിയാ. അച്ഛായി ചോദിച്ച്. വായോ വായോ, സ്റ്റേജിക്ക് പോക്കോ. ദേവട്ടൻ പോന്നോ? അവിടെ മൂത്തിക്ക് ലൈറ്റ് അടിക്കണ കുറച്ചുകൂടി കയറുന്നു, വെയിൽ കുറവുള്ളൂ. സ്റ്റേജിക്ക് പോയിന്നോ? അവിടെ വെയിലില്ല. സ്റ്റേജിലേക്ക് നിന്നോ വന്നേരെ, അവിടെ വെയിലില്ലടാ. ചേല്ലേ പറയണേ. ആ ഓക്കെ. ഇപ്പം എന്താ പറഞ്ഞേ? നാളത്തെ ഇന്നേതാ പരീക്ഷ പറഞ്ഞേ? ആ നാളെ സ്റ്റോറി. അങ്ങനെ ഫുള്ള് പഠിച്ചേച്ചേക്കല്ലേ. നാളെ സ്റ്റോറിയാ. ആ ഇപ്പൊ ബാക്കി പോരണ്ട, ബാക്കി നാളെ പറഞ്ഞാൽ മതി. അത്ര മതി. ആ നാളത്തെ പരീക്ഷയും കൂടി ഇന്ന് പഠിച്ചിട്ടുണ്ട്. നാളെ പറഞ്ഞാൽ മതി ബാക്കിട്ടാ, ഇല്ലെങ്കിൽ എല്ലാവർക്കും കുശുമ്പാവും. അതാണ്. അതേ, അപ്പൊ അത് കഴിഞ്ഞ് ക്രിസ്മസ് സെലിബ്രേഷൻ, പിന്നെ 10 ദിവസം മുടക്കാണ് 2 കുട്ടികൾക്കും. ദേവട്ടിൻ്റെ അടുത്തേക്ക് കളിക്കാൻ വരാന്നൊക്കെ പറയുന്നുണ്ട് സ്കൂൾ പൂട്ടി കഴിഞ്ഞാ. എന്റെ അമ്മക്ക് അച്ഛനും അമ്മയും പറയുന്നുണ്ട് വെല്ലുമ്മടെ വീട്ടിക്ക് പോവാന്ന്. മാമന്റെ ഓടിക്കാൻ ഉദ്ദേശിച്ചേ. അണ്ടാ അതാണ് അച്ഛൻ പറഞ്ഞ്. സുന്ദരിമണി പാട്ടൊക്കെ പഠിച്ചോട്ടാ അവിടെ ഇരുന്നിട്ട്. ഓക്കെ, ജയദേവ് പോണവരെ കളിക്കാൻ വന്നോട്ടാ ദേവട്ടൻ്റെ അടുത്തേക്ക്. അത് കഴിഞ്ഞാ പിന്നെ അപ്പൊ സുന്ദരിമണി അപ്പളേക്കൊക്കെ വരും. ദേവട്ടിന്റെ അമ്പലല്ലേ, സ്കൂൾ തുറക്കില്ല നിങ്ങക്ക്. അപ്പൊ ദേവട്ടൻ വരും. ടീച്ചറോട് പറഞ്ഞോട്ടാ മുടക്കിന്റെ കാര്യം. 10 മണി പറഞ്ഞാ മതി. ആ വരുന്ന വണ്ടി അച്ഛക്ക് പുത്താട്ടിക്കോ. ആ സുന്ദരിമണിയുടെ വണ്ടി വരുന്നുണ്ട്. നല്ല ദേവട്ടാ ടാറ്റ പറഞ്ഞാൽ നാളെ വരാന്ന് പറയും. ശരി അച്ഛായി പോട്ടെ പൊന്നാരേ. അച്ഛൻ പോട്ടെ പൊന്നാ. ടാറ്റാ. ഇല്ലില്ല, 10 മണി പോക്കോ. അച്ഛൻ ശ്രദ്ധിച്ചോണ്ട്. ടാറ്റാ ദേവട്ടാ, 10 മണി ടാറ്റാ.